ആരോഗ്യവകുപ്പിന്റെ പേരിൽ നടത്തിയ നിയമന തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബെവ്കോയുടെ പേരിലും അരവിന്ദ് സമാനമായ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി നിർമ്മിച്ച വ്യാജ നിയമന ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആലപ്പുഴ ചിങ്ങോലി സ്വദേശിനിക്ക് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കാനാണ് പ്രതി വ്യാജ നിയമന ഉത്തരവ് നിർമ്മിച്ചു നൽകിയത്. സെഷൻ ഓഫീസറുടെ വ്യാജൊപ്പും ഉത്തരവിൽ ഉപയോഗിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ പരാതിയിലെടുത്ത കേസിൽ വ്യാജരേഖ ചമയ്ക്കലും വഞ്ചനാ കുറ്റവുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ മൊഴിയെടുത്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതി സമാനമായ രീതിയിൽ ബെവ്കോയിലും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിലും അന്വേഷണം തുടങ്ങി. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഏറ്റവും പുതിയ വിവരം വരുന്നുണ്ട്. ഈ വാർത്തയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീജിത്ത്, തീർച്ചയായും യൂത്ത് കോൺഗ്രസിന് നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഈ പറയുന്നത് പോലെ സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ്. നമ്മൾ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടക്കം സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് പാർട്ടിക്കുള്ളിൽ ആലോചിച്ച് ഉടൻ തന്നെ നടപടി എന്നാണ്. രാഹുലിൻ്റെ അനുയായി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നത്. പക്ഷേ അത് രാഹുൽ ഗ്രൂപ്പ് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. തങ്ങളുടെ അനുയായി അല്ല ഈ അരവിന്ദ് വെട്ടിക്കൽ എന്നാണ് അവരെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ അരവിന്ദ് വെട്ടിക്കൽ ചാണ്ടി ഉമ്മനോടൊപ്പം ചേർന്ന് നിൽക്കുന്നയാളാണ്, ചാണ്ടി ബ്രിഗേഡിന്റെ ആളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അവരെല്ലാവരും തന്നെ, ഈ രാഹുൽ ഗ്രൂപ്പുകാരെല്ലാവരും തന്നെ, രാഹുലിന്റെ അനുയായികളെല്ലാവരും തന്നെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടപടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തരമായ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൈകഴുകുന്ന ഒരു നിലപാടായിരുന്നു രാവിലെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവരുടെ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പുറത്തു വന്ന വ്യാജ ഈ നിയമന ഉത്തരവിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വ്യാജ ഒപ്പും സീലും ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റു പലതരത്തിലുള്ള ക്രമക്കേടുകളും അതിൽ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഇയാൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഈ പരാതിക്കാരിയുടെ അടുത്ത ആളുകളുമായൊക്കെ നമുക്ക് സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ പണം കൈമാറിയതിനു ശേഷമാണ് ഇത്തരത്തിൽ നിയമന ഉത്തരവ് ലഭിക്കുന്നത്. ഈ പണം കൈമാറുന്നതാകട്ടെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ പണം കൈമാറുന്നത്. അന്ന് പക്ഷേ അവിടെ കുറേ ആളുകൾ, അതായത് ഏതാണ്ട് 15ഓളം ആളുകൾ ഇത്തരത്തിൽ പണം കൈമാറാനുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും തന്നെ ഈ വകുപ്പിലേക്ക്, ആരോഗ്യവകുപ്പിലേക്ക് മാത്രമാണോ എന്ന സംശയം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. ബെവ്കോയുമായി ബന്ധപ്പെട്ടും തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഈ അരവിന്ദ് വെട്ടിക്കലിന്റെ അടുത്ത ബന്ധുക്കളുമായി അടക്കം നമുക്ക് ഓഫ് ദ റെക്കോർഡ് സംസാരിക്കാൻ കഴിഞ്ഞു. അവരെല്ലാവരും തന്നെ പറയുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം കാര്യമായി ഇല്ലാത്തയാളാണ് അരവിന്ദ് വെട്ടിക്കൽ. സ്വാഭാവികമായി അയാൾ ഒറ്റയ്ക്കായിരിക്കില്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് അവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ എത്തിയ ഈ പോലീസ് സംഘം, കണ്ടോൺമെന്റ് പോലീസ് സംഘം ഇയാൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു നാൾ വഴി ഇങ്ങനെയാണ്. ഇത്തരത്തിൽ പണം കൈമാറി ഈ സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന നിയമന ഉത്തരവ് കയ്യിൽ ലഭിച്ചപ്പോൾ ഈ പരാതിക്കാരിയുടെ ഭർത്താവ് അവിടുത്തെ പൊതുപ്രവർത്തകനായ തൻ്റെ ഒരു സുഹൃത്തിനെ, തിരുവല്ലയിലെ സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുന്നു. അയാൾ പക്ഷേ ഇത് ഒരൊറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അത് വ്യാജമായി നിർമ്മിച്ചതായിരിക്കാം, ഇങ്ങനെ ഒരു നിയമനം നടത്തില്ല, 50,000 രൂപ വാങ്ങിയ ഒരു നിയമനം നടത്തില്ല, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചോദിക്കില്ല എന്നയാൾ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഓഫീസിൽ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇത് കാണിക്കുന്നത്. അവർക്കാണ് കൃത്യമായി ഇത് ബോധ്യപ്പെട്ടത്, ഇത് ഫേക്കാണ്, ഇത് തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെട്ടത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു, ഇതടക്കം. അതിനുശേഷമാണ് ഈ പരാതിക്കാരിയെ വിളിക്കുകയും അവരുടെ ഫോണിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഏറ്റവും നിർണായകമായ ബ്രേക്കാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഈ പരാതിക്കാരിയെ നാളെ രാവിലെ 10 മണിക്ക് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയാണ് അവർ ആലപ്പുഴയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് പത്തനംതിട്ടയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഈ പരാതിക്കാരിയിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറേ ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അതായത് ഇതൊരു വൈഡായ തട്ടിപ്പ് സംഘമാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസിന് എന്തായാലും രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞു നിൽക്കാൻ ഒരു നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്.
ആണ് ഈ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ നിയമന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച സംഘത്തിനോടൊപ്പം അയാളുമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങളുമായി ചേർന്നത്. പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപും സമാനമായ ബെവ്കോയുമായി ബന്ധപ്പെട്ട് സമാനമായ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആരോഗ്യവകുപ്പിന്റെ ഈ പേരിൽ നടന്ന നിയമന തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് സസ്പെൻഷൻ, അരവിന്ദ് വെട്ടിക്കലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. ജയശങ്കർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് ഇടപെട്ട് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നു. പാർട്ടിക്ക്, സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി എന്ന പേരില്ലല്ലേ? സ്മിത, സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കി ഈ കാരണം കാണിച്ചാണ് അരവിന്ദിനെ സംഘടന സസ്പെൻഡ് ചെയ്ത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിടപെട്ടാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. ഇത്തരം ഒരു ആരോപണം വന്നതിന് പിന്നാലെ സംഘടനയ്ക്ക് ഇത് വലിയ തരത്തിലുള്ള ചീത്തപ്പേരുണ്ടാക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതുകൊണ്ട് തന്നെയാണ് അന്വേഷണങ്ങളൊന്നും നടത്താതെ അടിയന്തരമായി ഒരു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. സംസ്ഥാന കമ്മിറ്റി യോഗം പോലും ചേർന്നില്ല. സംസ്ഥാനത്തെ പ്രസിഡന്റും ചില വൈസ് പ്രസിഡന്റുമാരും കൂടി ആലോചിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്തായാലും സംഘടനയുടെ മാനം രക്ഷിക്കുക, വിവാദങ്ങൾ വലിയ തരത്തിൽ തുടരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഈ അരവിന്ദിന്റെ കേസും കൂടി വരുമ്പോൾ അത് സംഘടനയ്ക്ക് കൂടുതൽ പൊതുമധ്യത്തിൽ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ച് നിലവിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സാങ്കേതികമായി ഒഴിയാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കും. നമുക്ക് വ്യക്തമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണവും നടത്താൻ സാധ്യതയുണ്ട്. സംഘടനാ തലത്തിൽ ഒരു അന്വേഷണത്തിലേക്കും സംഘടന എന്തായാലും കിടക്കും. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടി എടുത്തിരിക്കുന്നു. അരവിന്ദിനെ അടിയന്തരമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്മിത, ശരി. അരവിന്ദ് വെട്ടിക്കലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് സസ്പെൻഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, നടപടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം പാർട്ടി തലത്തിലും നടത്തും എന്നാണ് AV ജയശങ്കർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുകയാണ്. പരാതിക്കാരിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ, വിവരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്ന വാർത്തയാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്ക് നൽകിയത്.